എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാൻ-ഇസ്രായേൽ സംഘർഷം 23-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സംഘർഷത്തിൻ്റെ ഇതുവരെയുള്ള ഒരു കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ നഷ്ടം നേരിട്ടിട്ടുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനാണ്. അതേസമയം ഇറാനെ സംബന്ധിച്ച് നഷ്ടമൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് അവരുടെ സുപ്രീമസി പ്രൂവ് ചെയ്യുന്ന ദിവസങ്ങളായിരുന്നു ഈ 23 ദിവസവും. അവരുടെ ലീഡേഴ്സിനെയൊക്കെ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും തന്നെ ഇറാന്റെ ശക്തിയെ കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ ശക്തി കുറച്ച് കാണാനായിട്ടോ നമുക്ക് ഇതുവരെ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു ചെറുത്തുനിൽപ്പാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സംഘർഷം ഗ്ലോബലി എല്ലാ രാജ്യങ്ങളെയും നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും കമ്മോഡിറ്റി മാർക്കറ്റിലും ക്രൂഡ് ഓയിലിലൊഴികെ മറ്റെല്ലാ കമ്മോഡിറ്റികളിലും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി ദൃശ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മുടെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റും അതുപോലെ തന്നെ മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇക്വിറ്റി മാർക്കറ്റുകൾ അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ബ്രന്റ് ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ അയൺ ഓർ ഒഴികെയുള്ള എല്ലാ കമ്മോഡിറ്റികളും കഴിഞ്ഞ ആഴ്ച ക്രാഷ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകളും ക്രാഷ് ചെയ്തിരിക്കുകയാണ്. ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകളാണ് അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ചയിലും പിടിച്ചു തന്നിട്ടുള്ളത്. സാൻഡിസ്ക്, വെസ്റ്റേൺ ഡിജിറ്റൽ, അതുപോലെ തന്നെ സീഗേറ്റ്, ഈ 3 കമ്പനികളുടെ സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ചയിലും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറിച്ച് മറ്റെല്ലാ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനികളും അമേരിക്കയിൽ വളരെ വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോബലി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും വളരെ വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 43 വർഷത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ലോസാണ്, വീക്കിലി ലോസാണ് ഗോൾഡ് കഴിഞ്ഞ ആഴ്ചയിൽ നേരിട്ടത്. 1983 ശേഷം ഉണ്ടായിട്ടുള്ള ബിഗ്ഗസ്റ്റ് വീക്കിലി ലോസാണ് ഗോൾഡിൽ ഉണ്ടായിട്ടുള്ളത്. ഗോൾഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന $4402 പെർ ഔൺസിനാണ്. 10.51% വീക്കിലി ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഗോൾഡ് ജുവലേഴ്സിന് അതുപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ചൊക്കെ ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. പ്രത്യേകിച്ച് ഹെഡ്ജിങ് നടത്താത്ത ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഗോൾഡിൽ ഇത്തരത്തിലുള്ള സെല്ലിംഗ് പ്രഷർ വരാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ, ഒന്ന്, സെൻട്രൽ ബാങ്കുകൾ ബൈയിങ് കുറച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പല സെൻട്രൽ ബാങ്കുകളും ഡിഫൻസ് സ്പെൻഡിങ്ങിന് വേണ്ടി ഗോൾഡ് വിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പോളണ്ട് സെൻട്രൽ ബാങ്ക് 2 ആഴ്ച മുമ്പ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയിരുന്നു. അതിനുശേഷം ഗോൾഡ് താഴെ വന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ രീതിയിലുള്ളൊരു സെല്ലിംഗ് പ്രഷർ ഒന്നും തന്നെ അന്ന് ഉണ്ടായില്ല. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ വലിയ ക്രാഷാണ് ഗോൾഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളെ പോലെ ഗോൾഡ് വാങ്ങിക്കൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ETF-കൾക്ക് വേണ്ടി. ആ ETF-കളും വലിയ രീതിയിൽ ലാറ്റിൻ അമേരിക്കയിൽ സെല്ലിംഗ് നടത്തുന്ന റിപ്പോർട്ടുണ്ട്. ഒപ്പം ഇൻഫ്ലേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് ഗോൾഡിന് നെഗറ്റീവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗോൾഡിൽ നിന്ന് മാറി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ US ഡോളർ മറ്റ് കറൻസികൾക്ക് അഗൻസ്റ്റ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നു. സാധാരണ രീതിയിൽ US ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നത് ഗോൾഡിന് മോശമാണ്. അപ്പോൾ ഈ ഇവന്റുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡിൽ വലിയ രീതിയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കണ്ടിന്യൂ ചെയ്തത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന്റെ മൈൻഡിൽ ഒരു പേടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് ആയിരുന്നു റെക്കോർഡ് ഹൈനടുത്ത് ട്രേഡ് ചെയ്തിരുന്നിട്ടുള്ളൊരു കമ്മോഡിറ്റി. അപ്പോൾ ഗോൾഡ് കൈവശമുള്ള ഗോൾഡൊക്കെ ഒരു പക്ഷേ ഇൻവെസ്റ്റേഴ്സും അൺലോഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ ഗോൾഡിന്റെ ക്രാഷിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ആഴ്ചയിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗോൾഡിൽ ഒരു ബെയറിഷ് ഔട്ട്ലുക്ക് തന്നെയാണ്. ഗോൾഡ് വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഒരു പക്ഷേ $4100-4000 പെർ ഔൺസ് വരെയൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് സെൻട്രൽ ബാങ്കുകളുടെ ഫെബ്രുവരി മാസത്തെ കണക്കൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഈ കണക്ക് വരുമ്പോൾ ഫെബ്രുവരി മാസത്തെ സെൻട്രൽ ബാങ്കുകൾ സെല്ലേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ ഗോൾഡിൽ കാണിച്ചേക്കാം. എന്നിരുന്നാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊജക്ട്
ചെയ്തിരിക്കുന്ന $6,200 പെർ ഔൺസ് 2026 എൻ്റെ ചെയ്യുമ്പോഴേക്കും ഹിറ്റ് എന്നൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ന്യൂസ് ലോസ് ഒക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ലോങ് റണ്ണിൽ ഗോൾഡ് നല്ല രീതിയിൽ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അപ്പം 4,100 ലെവൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഗോൾഡിനെ പോലെ തന്നെ വലിയ വൊളാറ്റിലിറ്റി ഉള്ള ഒരു കമോഡിറ്റിയാണ് ഇപ്പോൾ സിൽവർ. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന $67.69 പെർ ഔൺസ് ആണ്. സിൽവറും വീണ്ടും താഴെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നേറിയിരുന്ന മറ്റൊരു കമോഡിറ്റി ആയിരുന്നു കോപ്പറും നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് കഴിഞ്ഞ ആഴ്ച നേരിട്ടിട്ടുള്ളത്. അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റിക്കുള്ള വലിയ സെല്ലിംഗ് പ്രഷർ ഒന്നും തന്നെയില്ല, മറിച്ച് മാർക്കറ്റിനൊപ്പമുള്ളൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അതേസമയം അയൺ ഓർ കഴിഞ്ഞ ആഴ്ചയിൽ പിടിച്ചു നിന്നിരിക്കുകയാണ്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്ന അയൺ ഓർ. ചൈന വലിയ രീതിയിലാണ് എക്സ്പോർട്ട് കൺട്രോൾസ് ഒക്കെ കൊണ്ടുവരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അയൺ ഓർ ചൈനീസ് കമ്പനികൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമോഡിറ്റിനെ സംബന്ധിച്ചും സ്ലൈറ്റ് പോസിറ്റീവ് ആണ്. എന്നിരുന്നാലും ഗ്ലോബലി വലിയ രീതിയിൽ നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അയണോറും ഒരുപക്ഷെ സ്ലൈറ്റ്ലി വീക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന $112.2 പെർ ബാരലിനാണ്. നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഒരുപക്ഷെ $120-121 പെർ ബാരലൊക്കെ ഓപ്പൺ ചെയ്തേക്കാം. സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ എൻഡ് വരെ ഈ ക്രൈസിസ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $180 പെർ ബാരൽ വരെയൊക്കെ എത്തുമെന്നാണ് സൗദി അറേബ്യ കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് തന്നെയാണിത്. മറിച്ച് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ മോർണിംഗിൽ പറഞ്ഞിരുന്നു അമേരിക്ക ഈ ക്രൈസിസിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം തിരിച്ചു പറഞ്ഞിരുന്നു വൈകുന്നേരം ഇറാൻ 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളെ ആക്രമിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ ഇറാൻ ഇതിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ ആറ്റമിക് പ്ലാന്റുകൾ ആക്രമിച്ചു. അതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും കൂടിയിട്ട് ഇറാന്റെ ആറ്റമിക് സൈറ്റൊക്കെ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാൻ ഇന്നലെ ഡിമോണ എന്ന് പറയുന്ന ഇസ്രായേലിലെ ആറ്റമിക് സൈറ്റ് ആക്രമിച്ചിട്ടുണ്ട്. ഈ സൈറ്റില് ഈ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷനിൽ 30% ഇന്ത്യക്കാരാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജനങ്ങളാണ് മെജോറിറ്റി. അപ്പൊ ഡിമോണ ടൗണിലാണ് ഈ ആക്രമണം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലത്തെ ജനങ്ങളെ സംബന്ധിച്ച്, അവിടെ പാർക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ റേഡിയേഷൻസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാനിലായാലും റേഡിയേഷൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫർദർ ഇത്തരത്തിലുള്ള അറ്റാക്കൊക്കെ വന്ന് റേഡിയേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതാത് രാജ്യങ്ങളെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയുടെ ത്രെട്ടനിങ് മെസ്സേജിന് ശേഷം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, മറിച്ച് ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും പവർ പ്ലാന്റുകൾ അവർ ആക്രമിക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ രണ്ട് രാജ്യങ്ങളും നടത്തിയിട്ടുള്ളത്. വളരെ ഡേഞ്ചറാണ്. കാരണം ഈ രാജ്യങ്ങളിലെ പവർ പ്ലാന്റുകളൊക്കെ ആക്രമിച്ച് പവർ ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവിടുത്തെ ജീവിതം തന്നെ ദുരിതമാവുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും സ്റ്റേറ്റ്മെന്റുകൾ മാറി മാറി വരുന്നുണ്ട്. അതേസമയം ഇറാൻ വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെയല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡീഗോ ഗാർഷ്യ ഇന്ത്യ സമുദ്രത്തിലുള്ള 4100 കിലോമീറ്റർ അകലെയുള്ള ദ്വീപിലേക്ക് പോലും ഇറാൻ ഇന്നലെ മിസൈൽ അയച്ചിരുന്നു. ഇവിടെ US UK സൈനിക ക്യാമ്പ് ഉണ്ട്. ആ ക്യാമ്പിലേക്കാണ് 2 മിസൈലുകൾ തൊടുത്തുവിട്ട്, ലോങ് റേഞ്ച് മിസൈലുകളാണ് തൊടുത്തുവിട്ട്. പക്ഷെ ഇത് ഇന്റർസെപ്റ്റ് ചെയ്തു. എന്നിരുന്നാലും ഇറാന്റെ ശക്തി കാണിക്കുകയാണ് ഇറാൻ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ ഈ ക്രൈസിസ് ഒരുപക്ഷെ ഒരു വേഴ്സ്റ്റ് സിനാരിയിലേക്കൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അത് തീർച്ചയായിട്ടും ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ചും കമോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചൊക്കെ വളരെ നെഗറ്റീവ് ആണ്. നമ്മൾ നാളെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. നിഫ്റ്റിയും സെൻസസും അതുപോലെ തന്നെ ഗോൾഡിന്റെ കാര്യത്തിലും ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്.
ഇനി നമ്മൾ നിഫ്റ്റി സെൻസസിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് പീക്കിൽ നിന്ന് ഈ ഇൻഡെക്സുകളുടെയൊക്കെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ BSE സെൻസസ് 86,159.02 ആണ് പീക്ക്, അതായത് ഓൾ ടൈം ഹൈ വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പീക്കിൽ നിന്ന് 13.87% താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് 26,373.2 ആണ്. വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ 12.78% താഴെയാണ്. ഇപ്പോഴത്തെ സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും ഒരു പക്ഷേ ബെയറിഷ് മൂഡിലേക്ക് കടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതായത് പീക്കിൽ നിന്ന് 20% അതിലധികമോ നിഫ്റ്റിയും സെൻസസും ഫാൾ ചെയ്തേക്കാം. അങ്ങനെ പീക്കിൽ നിന്ന് സെൻസസും നിഫ്റ്റിയും 20% ഫാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സെൻസെക്സ് 68,969 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകൾ, നിഫ്റ്റി 21,000 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി ഈ അവസരത്തിൽ. കാരണം അത്തരത്തിലുള്ള സിനാരിയോ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ബ്രന്റ് ക്രൂഡ് ഓയിൽ വരികയാണെങ്കിൽ നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് വളരെ വളരെ നെഗറ്റീവാണ്. നമ്മുടെ GDP ഗ്രോത്ത് ഒക്കെ വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരും, ഡൗൺവേർഡ് റിവിഷൻ നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. ഓൾറെഡി LPG ഷോർട്ടേജിന്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കോർപ്പറേറ്റുകളെല്ലാം തന്നെ പല പ്ലാന്റുകളും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലും LPG സ്റ്റോക്ക് കുറയുകയാണെങ്കിൽ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് വീണ്ടും നമ്മുടെ എക്കണോമിക്ക് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. നമ്മൾ ഖത്തറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ LNG ഒക്കെ ഇമ്പോർട്ട് ചെയ്തിരുന്നത്. ഖത്തർ അവിടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, എക്സ്പോർട്ട്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഖത്തറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കുറഞ്ഞ് ക്വാണ്ടിറ്റി കുറവാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അവിടേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരേണ്ടി വരും. കൺട്രോൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് കോർപ്പറേറ്റ് പെർഫോമൻസിനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നീണ്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ജപ്പാൻ, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഇൻഫ്ലേഷൻ കൂടും, അമേരിക്കയിലും ഇൻഫ്ലേഷൻ കൂടും. അതിനനുസരിച്ച് ഗ്ലോബൽ എക്കണോമിയും താഴെ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ട ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡിലത്തെ സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിക്കുന്ന ജനങ്ങൾ പീക്കിൽ നിൽക്കുന്ന അസറ്റുകൾ വിറ്റ് ക്യാഷ് മോഡിലേക്ക് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളും അത്തരത്തിലുള്ള ക്യാഷ് മോഡിലേക്ക് മാറേണ്ടത് ആവശ്യമാണ്. റിസ്കി പൊസിഷൻസിലൊന്നും തന്നെ പൊസിഷൻസ് എടുക്കേണ്ട, മറിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്ന നല്ല സ്റ്റോക്കുകളുണ്ട്. അതായത് പല ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളും പല കാരണങ്ങളെ കൊണ്ട് താഴെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻവെസ്റ്റേഴ്സിന് എടുക്കാവുന്ന നല്ല ഡിസിഷൻസ്. ഇനി നമ്മൾ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്കുകൾ വളരെ താഴെ വന്നുകൊണ്ടിരിക്കുന്ന ITC ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. ഡിവിഡൻഡ് പോയിന്റ് ഓഫ് വ്യൂവിലായാലും പെർഫോമൻസിലായാലും ITC താഴെ വന്നിട്ടിരിക്കുകയാണ്. TCS ഓൾറെഡി വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ TCSനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ AI ഏജന്റിക് ഇഷ്യൂസ് തന്നെയാണ് എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളെയും ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. TCS ലോങ് റണ്ണിൽ ഒരു പക്ഷേ നല്ല രീതിയിലൊക്കെ മുന്നേറിയേക്കാം, പക്ഷേ ഇമ്മീഡിയറ്റ് റിക്കവറി ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സ്റ്റോക്കുകളും വളരെ ത്രോവേ പ്രൈസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻഡ്രോ ഹെൽത്ത് കെയർ, മിഡ് പ്ലസ്, ഒപ്പം റൈമണ്ട് ലൈഫ് സ്റ്റൈലിൽ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാശി പെരിഫറൽസ് ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കാണ്, നല്ലൊരു സ്റ്റോക്കാണ്, പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെൻകോ ഗോൾഡിലും പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഗോൾഡ് പ്രൈസിന്റെ മൂവ്മെന്റ് വെച്ച് നോക്കുമ്പോൾ സെൻകോ പ്രൈസിൽ അത്ര ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഒന്നും കാണാനുള്ള സാധ്യതകളില്ല. അതോടൊപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ്, എയറോസ്പേസ് റിലേറ്റഡ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്തുള്ളൊരു കമ്പനിയാണ് DCS സിസ്റ്റംസ്. കഴിഞ്ഞ ആഴ്ചയിൽ 563.45 കോടി ഒരു ബിഗ് ഓർഡർ ഇന്ത്യയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച് ഈ ഓർഡർ ബാഗിങ്. ഇനി കഴിഞ്ഞ മാർച്ച് 13 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിൽ നമ്മുടെ ഫോറക്സ് റിസർവ് $7 ബില്യൺ കുറഞ്ഞ് $709.75 ബില്യൺ താഴ്ന്നിരിക്കുകയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് പ്രഷറാണ്. കാരണം വലിയ രീതിയിൽ തന്നെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അതേ പേസിൽ തന്നെ വലിയ രീതിയിൽ ബൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ. തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിലേഴ്സും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ സ്ട്രെങ്ത്. പക്ഷെ വലിയ രീതിയിൽ വീണ്ടും മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ഇവരും ഒരുപക്ഷെ ക്ഷീണിച്ചേക്കാം.
പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ ഫൈനാൻഷ്യൽ ഡിസിപ്ലിനിൽ കൂടിയൊന്നും ആവില്ല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് വീണ്ടും താഴെ പോന്നുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബിഹേവിയറൽ ബയാസസ് ഒക്കെ ഉണ്ടാവാം, പേടി ഉണ്ടാവാം. അങ്ങനത്തെ ഒരു അവസരങ്ങളിൽ ഇൻവെസ്റ്റേഴ്സ് റോങ് ഡിസിഷനൊക്കെ എടുത്ത് സെല്ലിങ് നടത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മാർക്കറ്റിൽ മൂവ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മൾ ഓർഡർ ബാഗിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് 1011 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ HCC 1662 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരുന്നു. GR ഇൻഫ്ര 2441 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിരുന്നു. ഏറ്റവും വലിയ ഓർഡർ ബാഗ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിൽ 5800 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തത് NBCC ആണ്, രാജസ്ഥാനിൽ നിന്ന് ഓർഡറാണ്. വാട്ടക് വബാഗ് ഉണ്ട്, വാട്ടർ ഡിസാലിനേഷൻ രംഗത്തുള്ളൊരു കമ്പനിയാണ്. വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനിക്കുള്ളത്. വാറൊക്കെ മാറിക്കഴിയുമ്പോൾ ജോർജിയയിൽ നിന്ന് 600 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. റെയിൽ ടെല് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ബാക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ്. 443 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. HEC ഇൻഫ്രാ പ്രൊജക്റ്റ് ഉണ്ട്, 36.5 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അത് സീമെൻസിൽ നിന്നാണ്, സോളാർ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഓർഡറാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓർഡർ ബാക്ക് ചെയ്യുന്ന കമ്പനികൾ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ 21-ാം തീയതി മുതൽ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഒരു പ്രൊഡക്റ്റും കൂടി കിട്ടിയിരിക്കുകയാണ്, വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് സെല്ല് ചെയ്യാനായിട്ട്. സെമാഗ്ലൂറ്റൈഡ് എന്ന് പറയുന്ന വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റ്, ടൈപ്പ് 2 ഡയബറ്റീസ് മാനേജ്മെൻറ്റ് ഡ്രഗാണ്. ഇതുവരെ എൻ്റെ പാറ്റൻ്റ് ആയിരുന്നപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് പെർ മന്ത് 12,000 മുതൽ 14,000 രൂപയായിരുന്നു. ജനറിക് വേഷം വരുന്നത് 900 രൂപ മുതൽ 1,200 വരെയാണ്. ഇനീഷ്യൽ ലോഞ്ചസ് വേരി ചെയ്തേക്കാം, ഒരുപക്ഷെ 1,800-2,000 രൂപയൊക്കെ പെർ മന്തിലേക്ക് മാറിയേക്കാം. എന്നിരുന്നാലും 90% കുറവിലാണ് ജനറിക് ഡ്രഗ് ഈ ഡ്രഗ് മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിലത്തെ ജനറിക് മാനുഫാക്ചറിങ് കമ്പനികൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് വെയിറ്റ് ലോസിലും അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. വലിയ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ ഡ്രഗ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ യൂസേഴ്സൊക്കെ ഉണ്ട് പാറ്റൻറ്റഡ് ഡ്രഗ്സിന്, പക്ഷേ പ്രൈസ് ഇത്ര കൂടിയ കാരണം ജനങ്ങൾക്ക്, കോമൺ മാൻ അത് അഫോർഡബിൾ ആയിരുന്നില്ല. പക്ഷെ ജനറിക് ഡ്രഗ് വന്നപ്പോൾ കോമൺ മാനും കൂടി അഫോർഡബിൾ ആയിരിക്കുകയാണ്. ഇന്ത്യയിലെ നാറ്റ്കോ ഫാർമ, സൺ ഫാർമ, അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ്, മാൻകൈൻ ഫാർമ, അറൌണ്ട് 40 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെമാഗ്ലൂറ്റൈഡ് വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റ് രംഗത്ത്, അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് മാനേജ്മെൻറ്റ് രംഗത്തുള്ള നോവോ നോർഡിസ്കിൻ്റെ ഈ പാറ്റൻറ്റ് ഡ്രഗിൻ്റെ പാറ്റൻറ്റ് മാർച്ച് 20 കഴിഞ്ഞു. 21 മുതൽ ജനറിക് ഡ്രഗാണ് വരുന്നത്. 90% വിലക്കുറവിലാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക്. അതായത് ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഡയബറ്റീസ് രാജ്യം എന്ന് പറയുന്നത്. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻസ് ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതോടൊപ്പം തന്നെ 25 കോടി ജനങ്ങൾ ഓവർ വെയിറ്റ് ഉണ്ട് ഇന്ത്യയിൽ. 2050 ആകുമ്പോഴേക്കും 44 കോടി ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള മരുന്നിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. കോസ്റ്റ് കൂടുതലായിരുന്നു. ഇനി മുതൽ വളരെ അഫോർഡബിൾ ആയിട്ട് ഈ ഡ്രഗ് ലഭിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ വാറും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ പൊതുവെ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു സെക്ടറായിട്ട് ഫാർമസ്യൂട്ടിക്കൽസ് മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെമാഗ്ലൂറ്റൈഡ് ജനറിക് ഡ്രഗുകൾ ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്ന നോക്കുന്നതായിരിക്കും. അപ്പം ഖത്തറിലുണ്ടായിട്ടുള്ള LNG പ്രൊഡക്ഷൻ ഡിസ്റപ്ഷൻ തീർച്ചയായിട്ടും ഹീലിയം ഗ്യാസ് പ്രൊഡക്ഷനൊക്കെ ബാധിക്കും. LNG പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഹീലിയം ഗ്യാസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീലിയം ഗ്യാസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് രംഗത്ത് ആവശ്യമുള്ളൊരു ഗ്യാസാണ്. ഇത് വലിയ രീതിയിൽ ലോങ് റണ്ണിലേക്ക് ഷോർട്ടേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സെമി കണ്ടക്ടർ കമ്പനികളൊക്കെ ബാധിച്ചേക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രട്ടനിങ് ഒന്നും അല്ല. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ഹീലിയം സപ്ലൈ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് സാംസങ്, SK ഹൈനിക്സ് പോലുള്ള ഏഷ്യയിലുള്ള സെമി കണ്ടക്ടർ കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഹീലിയം ഗ്യാസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. അപ്പോൾ വലിയ ചിപ്പ് മേക്കിംഗ് കമ്പനികളെ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ഒന്നും തന്നെയല്ല. എന്നിരുന്നാലും ഏഷ്യയിലത്തെ കമ്പനികളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ 3 മെയിൻ ബോർഡ് IPOs ഓപ്പൺ ആവുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാനൊന്നും തന്നെ സജസ്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഈ 3 IPOസിൽ ഒരു IPO
കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. പവറിക്ക എന്ന് പറയുന്ന ഒരു IPO ഉണ്ട്. ഡീസൽ ജെൻസെറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ലോങ് റണ്ണിൽ നല്ല ഗെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. ഓൺഗോയിങ് ആയിട്ടുള്ളൊരു IPO ഉണ്ട്. കോൾ ഇന്ത്യയുടെ സബ്സിഡിയറിയാണ്. സെൻട്രൽ മൈൻ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആദ്യത്തെ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 0.07 ടൈംസ് ആയിട്ടുള്ളൂ. ഒരുപക്ഷെ IPO മാർക്കറ്റിലത്തെ ഒരു കാഷ്വാലിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് അടുത്ത 2 ദിവസങ്ങളിൽ വലിയ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ. പക്ഷേ കോൾ ഇന്ത്യയുടെ സബ്സിഡിയറിയാണ്. അവസാന നിമിഷം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപക്ഷെ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ IPOനെ സേവ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. SMEയിലും 4 IPOs വരുന്നുണ്ട്. ഒന്നും തന്നെ ഞാൻ ഈ ആഴ്ചയിൽ സജസ്റ്റ് ചെയ്യുന്നില്ല. നാളെ വേദാന്തയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. 3rd ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാണ്. തീർച്ചയായിട്ടും വേദാന്ത ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഡിവിഡൻ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3rd ഇൻ്ററിം ഡിവിഡൻ്റ് ആണ്. ഒരു പക്ഷേ ഡിമർജറിന് മുമ്പുള്ള അവസാനത്തെ ഇൻ്ററിം ഡിവിഡൻ്റ് ആയിരിക്കാം. ഈ ഡിവിഡൻഡ് ഡിക്ലറേഷന് ശേഷം ഏപ്രിൽ 2nd വീക്കോട് കൂടിയിട്ട് ഡിമർജർ റെക്കോർഡ് ഡേറ്റും അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഹാപ്പിയസ്റ്റ് മൈൻഡ് 3.5 വർഷം മുമ്പ് ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം തൊട്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ AI എനേബിൾമെൻറ്റ് നടത്തിയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ്. വളരെയധികം താഴെ വന്നിരുന്നു അന്നത്തെ പ്രൈസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനീനെ അക്വയർ ചെയ്യാൻ തയ്യാറെടുപ്പിലാണ്. തീർച്ചയായിട്ടും ഈ പ്രൈവറ്റ് ഇക്വിറ്റി നോക്കുന്നത് ഈ കമ്പനിയുടെ എത്രത്തോളം പ്രൊഡക്റ്റുകൾ AI എനേബിൾമെൻറ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. വളരെ സക്സസ്ഫുള്ളായിട്ട് എല്ലാ പ്രൊഡക്റ്റുകളും AI എനേബിൾമെൻറ്റ് നടത്തിയിട്ടുള്ളൊരു കമ്പനിയാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്. അപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ വരുന്ന അവസരങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്. അതോടൊപ്പം തന്നെ മറ്റ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടാറ്റ പവർ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ധാരാളം സ്റ്റോക്കുകൾ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. പക്ഷേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ലഭിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതേസമയം HDFC ബാങ്ക് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ക്രാഷിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കും കൂടിയായിരുന്നു HDFC ബാങ്ക്. HDFC ബാങ്കിൻ്റെ ചെയർമാൻ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് എത്തിക്കൽ റീസൺസിൽ കഴിഞ്ഞ ആഴ്ച റിസൈൻ ചെയ്തിരുന്നു. ഈ ഇവൻ്റ് ഒന്ന് സ്റ്റഡി ആണെങ്കിൽ HDFC ബാങ്കിനെ സംബന്ധിച്ച് ഫൈനാൻഷ്യലായിട്ട് ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു ഇവൻ്റാണ്. ഈ ഒരു ഇവൻ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. HDFC ബാങ്കിന് ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്ററിലൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ആ ബ്രാഞ്ചിലത്തെ 3 എംപ്ലോയീസ് 2023 ക്രെഡിറ്റ് സ്വിസ് ബാങ്കിൻ്റെ അഡീഷണൽ ടയർ 1 ബോണ്ടുകൾ എന്ന് പറയുമ്പോൾ ടയർ 1 എന്ന് പറയുന്നതാണ് ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ. ടയർ 1 ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് റിസർവ് അടക്കമുള്ളതാണ് ടയർ 1 ക്യാപിറ്റൽ. പല ബാങ്കുകൾക്കും ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഈ ടയർ 1 ക്യാപിറ്റൽ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ വരുന്ന പുതിയ ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുന്നതിന് പകരം അഡീഷണൽ ആയിട്ട് പബ്ലിക്കിൻ്റെ ബോണ്ടുകളിൽ കൂടെ പെർപ്പച്വൽ ബോണ്ട് എന്ന് പറയുമ്പോൾ അതിന് ദർ ഇസ് നോ ഡ്യൂറേഷൻ. അത് ഡ്യൂറേഷൻ ഇല്ലാത്തൊരു ബോണ്ടാണ് പെർപ്പച്വൽ ബോണ്ട് എന്ന് പറയുന്നത്. എന്നാണ് കമ്പനി ക്ലോസ് ചെയ്യുന്നത്. അന്ന് കമ്പനി പ്രോഫിറ്റ് ആണെങ്കിൽ ആ ബോണ്ട് തിരിച്ചു കിട്ടും. മറിച്ച് കമ്പനി ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 100% ക്യാപിറ്റൽ പോകും. അതുകൊണ്ടാണ് ബാങ്കുകൾ ഈ അഡീഷണൽ ടയർ 1 ക്യാപിറ്റൽ റേസ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ കൂട്ടും. അപ്പോൾ ഈ അഡീഷണൽ ടയർ 1 ബോണ്ടുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഒരു കോൾ ഓപ്ഷൻ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. എവരി 5 ഇയറിനുള്ളിൽ തിരിച്ചു വാങ്ങണമെന്നൊന്നുമില്ല. മറിച്ച് ബാങ്ക് ലോസിലോടുകയാണെങ്കിൽ ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതില്ല. അതേസമയം ഈ ബാങ്കിൻ്റെ ക്യാപിറ്റൽ ടയർ 1 ക്യാപിറ്റലും അതുപോലെ തന്നെ അഡീഷണൽ ടയർ 1 ക്യാപിറ്റലും കൂടിയിട്ട് ഉള്ള ക്യാപിറ്റലിനേക്കാളും ലോസ് കൂടുകയാണെങ്കിൽ ഈ അഡീഷണൽ ടയർ 1 ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കാശ് പോവും. അത്തരത്തിലുള്ളൊരു ഇവൻ്റാണ് ഈ ക്രെഡിറ്റ് സ്വിസ് അഡീഷണൽ ടയർ 1 ക്യാപിറ്റൽ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് സംഭവിച്ചിട്ടുള്ളത്. HDFC ബാങ്കിൻ്റെ ദുബായ് ഫിനാൻഷ്യൽ സെൻറ്ററിലെ ബ്രാഞ്ചിലെ 3 എംപ്ലോയീസ് ക്രെഡിറ്റ് സ്വിസിൻ്റെ അഡീഷണൽ ടയർ 1 ബോണ്ടുകൾ ഇൻവെസ്റ്റേഴ്സിന് വിറ്റു, മിസ്സെല്ലിംഗ് നടത്തി. അത് ഫിക്സഡ് മെച്യൂരിറ്റി ആണ് എന്ന് പറഞ്ഞിട്ടാണ് മിസ്സെല്ലിംഗ് നടത്തുന്നത്. ക്രെഡിറ്റ് സ്വിസിനെ 2023 UBS ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ടയർ 1 ക്യാപിറ്റലും അഡീഷണൽ ടയർ 1 ക്യാപിറ്റലിനേക്കാളും കൂടുതൽ ലോസ് വന്നിട്ടാണ് ഈ
ബാങ്കിനെ UBS ടേക്ക് ഓവർ ചെയ്യുന്നത്. UBS ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് സ്വിസ് ബാങ്കിങ് റെഗുലേറ്റർ പറഞ്ഞു ഇതിൻ്റെ എല്ലാ ക്യാപിറ്റലിന് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്, അതായത് ടയർ 1 ക്യാപിറ്റലും അഡീഷണൽ ടയർ 1 ബോണ്ടുകളും റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഉത്തരവിട്ടു. സാധാരണ രീതിയിൽ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മെക്കാനിസം. അഡീഷണൽ ടയർ 1 ക്യാപിറ്റൽ ബോണ്ടുകളിൽ കൂടെ ആണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് കളക്ട് ചെയ്യുന്നത്. ഇതിന് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. അതേസമയം ദർ ഇസ് നോ ഗ്യാരണ്ടി ഫോർ ദ ക്യാപിറ്റൽ. ഇത്തരത്തിലുള്ളതാണ് അഡീഷണൽ ടയർ 1 ബോണ്ടുകൾ. അത് പെർപ്പച്വൽ ബോണ്ടുകളാണ്. ഇതിനൊരു സമയപരിധിയൊന്നുമില്ല. ബാങ്ക് കോൾ ഓപ്ഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിലൊക്കെ. എവറി 5 ഇയർ വേണമെങ്കിൽ ബാങ്കിന് തിരിച്ചു വാങ്ങാം. ഇത്തരത്തിലുള്ളൊരു പെർപ്പച്വൽ ബോണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനും ഇത്തരത്തിലുള്ള ഒരു പെർപ്പച്വൽ ബോണ്ട് ഉണ്ട്. അവർ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ HDFC ബാങ്കിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള എന്താ വെച്ചാൽ, ക്രെഡിറ്റ് സ്വിസ്സിനെ ടേക്ക് ഓവർ ചെയ്തപ്പോൾ UBS ടേക്ക് ഓവർ ചെയ്ത സമയത്ത് സ്വിസ് റെഗുലേറ്റർ അഡീഷണൽ ടയർ 1 ബോണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റലും അതുപോലെ തന്നെ ടയർ 1 ക്യാപിറ്റലും റൈറ്റ് ഓഫ് ചെയ്തു. തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് ക്യാപിറ്റൽ തിരിച്ചു കിട്ടില്ല. ധാരാളം മിഡിൽ ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇത് ഫിക്സഡ് മെച്യൂരിറ്റി ബോണ്ടാണ്, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന കാരണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് എല്ലാവർക്കും തങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെല്ലാവരും ലീഗൽ ആക്ഷന് പോയി. HDFC ബാങ്കിന് അഗൻസ്റ്റാണ് ലീഗൽ ആക്ഷനൊക്കെ പോയത്. പക്ഷേ 3 സ്റ്റാഫാണ് ഇത് മിസ്സെൽ ചെയ്തു എന്ന് പറയുന്നത്. മിസ്സെൽ ചെയ്തു എന്ന് പറയുന്ന കാര്യം എത്രത്തോളം ശരിയാണെന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം സാധാരണ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ആ സമയത്തൊന്നും തന്നെ ഇതിൻ്റെ ഡ്യൂറേഷനൊന്നും നോക്കാറില്ല പലപ്പോഴും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാലും HDFCയുടെ ചെയർമാൻ വളരെ എത്തിക്കലായിട്ട് ഉള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ആളാണ്. അദ്ദേഹം എത്തിക്കൽ റീസൺസിൽ റിസൈൻ ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഇവൻ്റ് കൊണ്ട് HDFC ബാങ്കിന് ഫൈനാൻഷ്യലായിട്ട് ഒരു ലോസും തന്നെ വന്നിട്ടില്ല. മറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എന്നും വളരെ എത്തിക്സോട് കൂടിയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് HDFC. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് ഫാളിൽ HDFC ബാങ്ക് സ്റ്റോക്ക് പ്രൈസിലുണ്ടായിട്ടുള്ള ഫാളിൽ HDFC ബാങ്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് 770 ഒരുപക്ഷെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ ഒരു 740 750 റേഞ്ചിലേക്കൊക്കെ താഴെ വന്നേക്കാം. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ബാങ്കിനെ സംബന്ധിച്ച് ഈ എപ്പിസോഡിൽ യാതൊരു ഫൈനാൻഷ്യൽ ലോസസും ഇല്ല. എത്തിക്കൽ റീസൺസിലാണ് ഇതിൻ്റെ ചെയർമാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുതിയ ചെയർമാൻ വരികയാണ്. KK മിസ്ട്രിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ബ്ലൂ ചിപ്പ് കമ്പനി ഈ റേഞ്ചിൽ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സ് ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ HDFC ബാങ്ക് വെരി ലോങ് ടൈമിലേക്ക് വാങ്ങാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. ലംസായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല. ധൈര്യത്തിലെത്തിയ ഇൻവെസ്റ്റേഴ്സ് 20%, 25%, 50% എവരി ഫാളിൽ വാങ്ങിയാലും മതി. പക്ഷെ ഞാൻ വലിയ രീതിയിലുള്ള ക്രാഷൊന്നും തന്നെ ഫർദർ ഈ ബാങ്ക് സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവാം. ഗോൾഡിനെ സംബന്ധിച്ചും ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മോശം സെൻറ്റിമെൻ്റ് ആണ് നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വീണ്ടും വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. മറിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സെറ്റിൽമെൻ്റൊക്കെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഒരു റീബൗണ്ടും നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.